ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ ഹെയർ കെയറിൻ്റെ പിറകെയാണ് കേട്ടോ. മുടിയെല്ലാം പൊഴിഞ്ഞ് മുട്ടയാവാറായപ്പോൾ വീണ്ടും ഞാൻ ഹെയർ കെയർ തുടങ്ങിയിട്ടൊരു 1 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ, ചെറിയതല്ല കുറച്ച് വലിയ മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കട്ടയായിട്ട് മുടി ഊരി പൊഴിഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പോൾ വിരലെണ്ണാവുന്ന മുടികൾ മാത്രമേ പൊഴിയുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനകത്ത് ഫസ്റ്റ് ചെയ്ത മാറ്റം എന്ന് പറഞ്ഞാൽ ഡെയിലി തല ആദ്യം കൈകൊണ്ട് ഉടക്ക് കളഞ്ഞ് അതുകൊണ്ട് ചീപ്പ് വെച്ച് ചീകി വൃത്തിയാക്കി ഉണങ്ങുമ്പോൾ അത് പിന്നെ കെട്ടി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു 1 മന്തായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം. കുറേ ആയിട്ട് ഞാൻ അങ്ങനെ മുടി ക്ലീൻ ചെയ്യലോ, മുടിയെല്ലാം പോയല്ലോ, ഇനി എന്തോ നന്നാക്കാൻ എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. അപ്പോൾ ആ തോന്നലൊക്കെ മാറ്റി നമ്മൾ വീണ്ടും മുടി നന്നാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രായത്തിൽ മുടി ഇരിക്കുന്നത് അമ്മ കെയർ ചെയ്തുകൊണ്ട് തന്നെയല്ലേ. അപ്പോൾ അമ്മയുടെ അത്രയും മുടി എനിക്ക് ഈ പ്രായത്തിലുള്ളല്ലോ, അപ്പോൾ അമ്മയുടെയൊക്കെ പ്രായം ചിലപ്പോൾ ഞാൻ ഒട്ടയാവുമല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ മുടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മുടി ഭയങ്കരമായിട്ട് ഊരി പൊഴിഞ്ഞ് പൊക്കോണ്ടിരുന്നതാണ്. അത് മുടി ഇങ്ങനെ ഓടി നടന്ന് പെറുക്കിയിട്ട് ഒരു രക്ഷയില്ല. എനിക്കത് മടുത്ത്, ആ പണി എനിക്ക് മടുത്ത്. അങ്ങനെ മുടി പെറുക്കി കളഞ്ഞ് മുടിയിലിങ്ങനെ തൊട്ടങ്ങനെ ഊരിപ്പോവും, അങ്ങനെ അതായിരുന്നു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുമ്പോൾ അങ്ങനെ വലിയതായിട്ട് മുടിയൊന്നും പൊഴിഞ്ഞ് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ കാണിക്കാം എന്തോരം മുടിയാണ് പൊഴിഞ്ഞ് പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എന്തോ മുടി പൊഴിഞ്ഞ് പോകും. ഞാനിപ്പോൾ 3 ദിവസമൊക്കെ മുടി ചീകിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ. മുടി ഒരിടത്ത് എത്ര മുടി പൊഴിയുന്നുണ്ട്, എന്തോരം മുടി പൊഴിയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ആ മുടി വലിച്ച് പറിച്ചതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കമ്മലൊക്കെ ഊരിപ്പോയതാണ് കേട്ടോ. അപ്പോൾ മുടി നനഞ്ഞിട്ട് ചീകുന്ന പരിപാടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കുളിച്ചിട്ട് ഓടിച്ചെന്ന് മുടിയിട്ട് വലിച്ച് പറിച്ച് ചീകുക, അതെല്ലാം കുറേ മുടി ഇങ്ങനെ വലിച്ച് പറിച്ച് കളയുക, അതായിരുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ തല അങ്ങനെ വലിയ ഉടക്കം കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നെപ്പോലെ മൊത്തം പൊഴിഞ്ഞ് പോയിട്ട് ആദ്യം തൊട്ട് നന്നാക്കാൻ നിൽക്കരുത്. ഇന്ന് ഞാനൊരു ഹെയർ ടിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ടിപ്പുകളൊക്കെ ഞാൻ പരീക്ഷിച്ച് എനിക്ക് തന്നെ ഫലം കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ ചുമ്മാ കുറേ ചെയ്ത് കൂട്ടുമൊന്നുമല്ല. ഞാൻ റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഇത്രയും മുടിയാണ് റീസെൻ്റായിട്ട് എൻ്റെ പൊഴിയുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെയാണ് ഇത് കേട്ടോ. മറ്റേത് ഒരു നേരം തന്നെ ഇതിൻ്റെ 4 ഇരട്ടി മുടിയായിരുന്നു എനിക്ക് പൊഴിഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടിയിട്ടുണ്ട്. കാരണം ആ ചീപ്പിൻ്റെ ഇത് കാണാൻ പോലും ഇല്ലായിരുന്നു, ചീപ്പ് അങ്ങനെയായിരുന്നു മുടി പൊഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഇത്രയും മാറ്റമുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടൊന്നും മാത്രമല്ല മാറ്റമുള്ളത്. എന്തുമായാലും ആഴ്ചയിൽ ഒരു ഹെയർ പാക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ ഇടുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതെനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നും ഈ അവസ്ഥയിൽ ഞാൻ മുതിർന്നിട്ടില്ല കേട്ടോ. ഈ ഒരു 1 മന്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.